വെൽക്കം ഓൾ. ഇന്നത്തെ വിഷയം പ്രസവരക്ഷയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി നമുക്കൊപ്പം ഇന്നുള്ളത് 150ഓളം പ്രസവരക്ഷ ചെയ്ത വൈഗാസിദ്ധ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സായ അഭിലാഷും ഡോക്ടർ ആര്യയുമാണ് നമുക്കൊപ്പം ഇന്നുള്ളത്. ഡോക്ടർ, ഒരു ലേഡി പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ നമ്മുടെ ആരോഗ്യം എത്രയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 1.5 മാസം നമ്മൾ അവരെ സംരക്ഷിക്കുന്നത്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ ചിലർക്ക് സമയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടിട്ടൊക്കെ ഈ ഒരു പ്രസവരക്ഷ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ അവസ്ഥ വരുമ്പോഴത്തേക്കും ഭാവിയിൽ അവർക്ക് ശാരീരികമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. മീൻസ് ബാക്ക് പെയിൻ, നീ പെയിൻ, അല്ലെങ്കിൽ ഡിപ്രഷൻ, അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? ഉറപ്പായും നമുക്ക് ഈ പ്രസവരക്ഷ ചികിത്സ എന്നുള്ളതിൻ്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ ഒരു റിലവൻസ് എന്ന് പറയുന്നത് ഏറ്റവും അടുത്തുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം മുന്നേ, ഒരു ഏപ്രിൽ 18-ാം തീയതി നമുക്ക് എല്ലാവരും കേട്ടറിഞ്ഞൊരു വാർത്തയാണ്. ദിവ്യ ജോണി എന്ന് പറയുന്ന ആ ഒരു ലേഡി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഒരു മെയിൻ ഇതായിട്ട് ഒരു മെയിൻ പ്രശ്നം വന്നതുകൊണ്ട് മാത്രം സ്വന്തം കുഞ്ഞിനെയും നഷ്ടപ്പെട്ടു, അവരുടെ സ്വന്തം ജീവനും ഈ 18-ാം തീയതിയിൽ നഷ്ടപ്പെടുകയാണുണ്ടായത്. അതിൻ്റെ കാരണം ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഈ ഇതിൻ്റെ റിലവൻസ് എന്ന് പറയുന്നത് അവിടെയാണുള്ളത്. നമുക്ക് ഇപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിൽ ആ ഒരു ഹെൽത്ത് കെയറിനെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ വീട്ടുകാരും അച്ഛനും അമ്മയും എല്ലാവരും കൊടുക്കുന്ന ആ ഒരു കെയറിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി വേണ്ടത് ഈ പോസ്റ്റ് പാർട്ടം പീരീഡിലാണ്, അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷമുള്ള ഒരു സമയത്താണ്. കാരണം ഈ പറഞ്ഞ മെൻ്റലി ഫിസിക്കലി വരുന്ന ചേഞ്ചസ് അക്സെപ്റ്റ് ആകാനായിട്ട് ഒരു പക്ഷേ ഒരു 20 വയസ്സുള്ളൊരു കുട്ടിയായിരിക്കാം, ഒരു 24 വയസ്സുള്ളൊരു ആളായിരിക്കാം. അതുവരെ ഇല്ലാതിരുന്ന ഒരു ലൈഫിലെ ചേഞ്ചാണ്, പുതിയൊരു ജീവൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു ചേഞ്ചാണ് അവർക്ക് വരുന്നത്. ആ അക്സെപ്റ്റൻസിന് എടുക്കുന്ന ടൈം മേ ബി ഈ ഒരു പോസ്റ്റ് പാർട്ടം പീരീഡ് ആയിരിക്കും എന്നുള്ളതാണ്. ചിലരത് സർവൈവ് ചെയ്യും, ചിലരതിനെ ഈ പറഞ്ഞ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഇഷ്യൂസിലൊക്കെ പോകുമ്പോൾ അത് ഫിസിക്കലിയും മെൻ്റലി കിട്ടുന്ന കെയറിന് വരുന്ന വേരിയേഷൻസ്, അല്ലെങ്കിൽ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ, അതിനൊപ്പം തന്നെ ഈ ഫിസിക്കലി വരുന്ന ആ ഒരു സ്ട്രെയിൻ ഉണ്ട്. നമ്മൾ ആ ഒരു വെയിറ്റ് ബെയറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നല്ല റെസ്റ്റ് എടുത്ത് കുറച്ച് ദിവസം ഇരുന്നതിന് ശേഷം പെട്ടെന്നുള്ളൊരു ഇമ്പാക്റ്റ് നമ്മൾ ആ പ്രസവത്തിന് കൊടുക്കുന്ന ആ ഒരു എഫേർട്ട്, എനർജിക്കൊക്കെ വരുന്ന ആ ഒരു ഇതിന് ശേഷം വരുന്ന ഒരു മസ്കുലർ ഹെൽത്ത്, ഇതൊക്കെ അവരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ പോസ്റ്റ് പാർട്ടം കെയർ എന്ന് പറയുന്ന ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആണെങ്കിൽ കൂടിയും അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് വരുന്നൊരു ഇതെന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ട ഒരു കെയർ എവിടെയോ ഇല്ലാതെ പോവുക എന്നുള്ളതാണ്. ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കുന്നവർക്കും അത് തന്നെയാണ് മെയിനായിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത്. കാരണം ചെയ്തില്ലെങ്കിൽ ഒന്നും അറിയുന്നില്ല, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്കതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റും. അത് തന്നെയാണ് ഇതിൻ്റെ റിലവൻസും. ഇപ്പോൾ പല ബുദ്ധിമുട്ട് കാരണം ചെയ്യാതെ പോകുന്നവർക്ക് ഈ പറയുന്ന പോലെ ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർക്ക് വരാം, ചിലർക്ക് വരാതിരിക്കും. പക്ഷേ ഇത് ചെയ്തവർക്ക് വരുന്നില്ല എന്നുള്ളത് ഉറപ്പാണെന്നുള്ള കാര്യമാണ്. അതിൽ മെയിൻ ഇതെന്ന് പറയുന്നത് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ നിന്ന് അല്ലെങ്കിൽ വളരെ സിവിയറായിട്ട് പോകേണ്ട ഒരു മാനസിക നിലയിൽ നിന്നും അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് കരകയറ്റാൻ ഈ ഒരു പ്രസവരക്ഷയ്ക്ക് പറ്റുമെന്നുള്ളതാണ്. ഫിസിക്കലി അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു റിക്കവറി കിട്ടാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫിസിക്കൽ തെറാപ്പിയാണ് ഈ പോസ്റ്റ് പാർട്ടം കെയർ എന്നത്. ഡെലിവറി കഴിയുന്നതോടെ നമ്മുടെ ബോഡിയൊക്കെ അങ്ങ് വീക്കാവും. അപ്പം ആ ബോഡി ഒന്ന് ശരീരമൊക്കെ ഒന്ന് ആരോഗ്യപ്പെടുത്തി പുഷ്ടിപ്പെടുത്തി എടുക്കാനും പിന്നെ ഈ മുലപ്പാൽ വർദ്ധിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പ്രസവരക്ഷ ആക്ച്വലി ചെയ്യുന്നത്. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണിത്, എന്താണ് പ്രസവരക്ഷ, എന്തിനാണ് ഈ പ്രസവരക്ഷ എന്നുള്ള ഒരു ഇത് വരുന്നത്. അപ്പോൾ അതിലെ ഏറ്റവും ബേസിക് ആയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ശരീരം പുഷ്ടിപ്പെടുത്തുക എന്നൊക്കെ ഉള്ളതാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ മുലപ്പാൽ ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ അതൊന്നും വേണമെന്നില്ല. കാരണം മുലപ്പാൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തുള്ള ഹോർമോണൽ ചേഞ്ചസ് കാരണം തന്നെ നമുക്ക് നോർമലി എല്ലാവർക്കും മുലപ്പാൽ അല്ലെങ്കിൽ വരുന്നതാണ്. നമുക്ക് അതിന് വേണ്ടി സ്പെഷ്യലായിട്ടൊന്നും ചെയ്യണമെന്നില്ല. പക്ഷേ ഈ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കംപ്ലീറ്റ് റെസ്റ്റ് പീരീഡാണ് ഈ പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത്. നോർമലി എല്ലാവരും ചെയ്യും, ജോലിയൊക്കെ ചെയ്യും. പണ്ടുള്ളവർ ഒരുപാട് ഈ പറഞ്ഞ പോലെ അരിയാട്ടി കൊണ്ട് നിൽക്കുമ്പോൾ പ്രസവിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് പറയും പണ്ടുള്ളവർ. ഇപ്പോഴത്തെ കാലത്തുള്ള ലൈഫ് സ്റ്റൈലിൻ്റെ ചേഞ്ച് വരുന്ന കാരണം നമുക്ക് അതിനുള്ളൊരു കുറച്ചുകൂടെ സെറ്റിൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ സെഡൻറ്ററി ആയിരിക്കും നമ്മൾ ആ പീരീഡ് നമ്മൾ കെയർ ചെയ്യുന്നത്. അപ്പോൾ മസിൽസൊക്കെ കുറച്ച് വീക്ക് ആയിരിക്കും, വർക്കൗട്ട്സ് കാണത്തില്ല, അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള വർക്കൗട്ട്സ് ഒക്കെ കാണുള്ളൂ. യൂഷ്വലി നല്ല അത്ലറ്റ് ആയിരുന്ന ഒരാളും പ്രഗ്നൻ്റ് ആയിരിക്കും കുറച്ച് കെയർ കൊടുക്കുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ മസിൽസിന് വരുന്നൊരു സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടാകും, ആ ഒരു വെയിറ്റ് ബെയറിംഗ് ഉണ്ടാകും. നമ്മളൊരു വെയിറ്റ് കൂടെ താങ്ങുമല്ലേ. ഇപ്പോൾ 2 പേർക്കുള്ള ആഹാരം നമ്മൾ കഴിക്കുന്നു, കുഞ്ഞിനും കൂടെയുള്ള ആഹാരം കഴിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ ഒരു സെഡൻറ്ററി ആ ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്താണ് പെട്ടെന്നൊരു ഇമ്പാക്റ്റാണ് ഈ ഡെലിവറി എന്ന് പറയുന്നത്. ഡെലിവറി നേരിട്ട് കണ്ടിട്ടുള്ളവർക്കാണെങ്കിലും, അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഹസ്ബൻഡ്സോ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക്, ഇപ്പോൾ മെഡിക്കൽ പ്രൊഫഷനിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിലും ഒക്കെ അറിയാം,
ഇതൊരു ആക്ച്വലി ഒരു ഭയങ്കര ഒരു ടാസ്ക്കാണ്. നമ്മൾ ഫിസിക്കലി ഡെലിവറി കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും അറിയാൻ പറ്റും. അത് നോർമൽ ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ മസിൽസിന് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട്. കുറച്ച് ടൈം പീരീഡ് ആയിരിക്കും, ചിലപ്പോൾ മണിക്കൂറുകളായിരിക്കും, ചിലപ്പോൾ ദിവസങ്ങളാവും. പക്ഷേ ആ ഒരു ഇമ്പാക്റ്റിൽ നമുക്ക് വരുന്ന ശരീരത്തിന് വരുന്ന ഒരു കേടുണ്ട്, ആ മസിൽസിന് വരുന്ന ചേഞ്ചസ് കാരണം വരുന്ന ഇൻഫ്ലമേഷൻ ഉണ്ട്, സ്വെല്ലിങ്, ഇതൊക്കെ കാരണം പെട്ടെന്ന് നമ്മളിപ്പോൾ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കൺവേ ചെയ്ത് പറയാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഒരു വർക്കൗട്ടും ചെയ്യാതിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ദിവസത്തെ ആ വേദനയുണ്ടല്ലോ, വേദനയും നീര്, ആ ഒരു പെയിനും ആ ഒരു ഇമ്പാക്റ്റും ബോഡിക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ റിക്കവറായി കൊടുക്കാനായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർലി അത് ചെയ്ത് പോകുമ്പോൾ ആ പെയിനൊക്കെ മാറും, മസിൽ സ്ട്രെങ്തനിങ് ഉണ്ടാവും. ഇവർ പിന്നെ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ ഒരു ഒറ്റ ദിവസത്തെ ഇത് കഴിഞ്ഞു, ആ മസിൽസൊക്കെ വീണ്ടും റിലാക്സ് ആയി, ആ സ്വെല്ലിങ്ങും എല്ലാം കൊണ്ട് ചിലപ്പോൾ സ്പൈനിനെ നല്ലോണം അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർക്ക് മോഷൻ പോകുന്ന ഭാഗങ്ങളിൽ, യൂറിൻ പോകുന്ന ഭാഗങ്ങളിൽ, കാലിലെ ഞരമ്പുകളിൽ വെരിക്കോസിറ്റി ആയിട്ടൊക്കെ അത് ബാധിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് തന്നെ ആയിരിക്കും. പക്ഷേ അതിൽ നിന്ന് റിക്കവറി എന്ന് പറയുന്നത് വളരെ കുറവാണ്, അതിനുള്ള കൊടുക്കുന്ന സാഹചര്യങ്ങൾ കുറവാണ്. അത് ഈ പീരീഡിൽ നമ്മളങ്ങനെ റെസ്റ്റ് മാത്രം കൊടുക്കുമ്പോൾ ആ ഒരു റിക്കവറി കിട്ടാതെ പോകാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ റിക്കവറി ടൈം പീരീഡ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ തെറാപ്പി. ഇതിനകത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ചികിത്സകളാണ് കൂടുതലും വരുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം കോരി ഒഴിക്കുന്നതല്ലേ അല്ലെങ്കിൽ വേദവെള്ളം പിടിക്കുന്നതല്ലേ ഇതിനകത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി തെറാപ്പി എന്ന് പറയുന്നത്, അത് വളരെ ബാലിശമായിട്ട് നമ്മളെ ഈ പറയുന്നതിനെ എതിർക്കുന്നവർക്കുള്ളൊരു ഇത് മാത്രമാണ്. അത് കാരണം നമുക്കറിയാം വാസോയുടെ ഡയലേഷനാണ് വേണ്ടത് ഹീലിങ്ങിന്. അതായത് നമുക്കൊരു രക്തധമനികളിൽ നമ്മൾ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആയി കൊടുക്കുക, എല്ലാ സെൽസിലോട്ടും ന്യൂട്രീഷൻസ് എത്തുക, ഇൻക്ലൂഡിങ് മുലപ്പാലിനാണെങ്കിലും പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആണെങ്കിലും കാൽഷ്യം സപ്ലിമെൻ്റ് ആണെങ്കിലും അവിടോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ബ്ലഡിൻ്റെയൊക്കെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്ലഡ് അവിടോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ചുരുങ്ങിപ്പോയ കോൺട്രാക്റ്റ് ആയ എല്ലാ വെസൽസും കുറച്ചൊന്ന് ഉണരണം എന്നുള്ളതാണ്. അതിന് ഹോട്ട് വാട്ടർ ബാത്ത് എന്ത് മെഡിക്കൽ ആസ്പെക്റ്റിൽ നോക്കിയാലും അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് വാസോ ഡയലേഷൻ ഉണ്ടാകും എന്നുള്ളത് ഹോട്ട് വാട്ടർ ബാത്തിന്. അതിന് തിളച്ച വെള്ളം കോരി ഒഴിക്കണം എന്നുള്ളതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷേ ഒരു ഹോട്ട് വാട്ടർ ബാത്ത് എന്ന് പറയുന്നത് അവർക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കുക എന്തിനാണ് ഇലയിട്ട് തിളപ്പിക്കുന്നത്, വെറും വെള്ളത്തിൽ കുളിച്ചാൽ പോരെ എന്നുള്ളത് ചോദിക്കുക. അപ്പോൾ സിമ്പിളാണ് അതിനുള്ള ഉത്തരവും. നമ്മൾ വെറും വെള്ളം കുടിക്കുന്ന പോലെയാണ് ഇലയിട്ട വെള്ളം കുടിക്കുന്നത്, അതിനുള്ള ചേഞ്ച് ഇല്ല. അപ്പോൾ ആ ലീഫ് എക്സ്ട്രാക്റ്റിന് അതിൻ്റേതായ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂത്തനിങ് മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ട് അതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇലയൊക്കെ ഇട്ട്, അത് നമുക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ് അല്ലേ, ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ അവരത് കണ്ടുപിടിച്ച് വെച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സിമ്പിളായിട്ടുള്ള റിലാക്സേഷൻ മെത്തേഡ്സ് ആണ് ഈ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുന്നത്, നമുക്ക് ആ ബോഡി കിട്ടിയ ഇമ്പാക്റ്റിൽ നിന്ന് റിക്കവറി കിട്ടുന്നതുമാണ് ഈ ഒരു പീരീഡ്. ഇതിനകത്ത് എല്ലാം വരും എന്നുള്ളതാണ്. അപ്പം മുലപ്പാൽ ഇമ്പ്രൂവ് ആകും, ഈ ശരീരത്തിൽ ദുർമേധസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വെല്ലിങ്, ആൻറ്റി ഇൻഫ്ലമേഷൻ നടക്കും എന്നുള്ളതും, മസിൽ റിലാക്സ് ആകും. ഒന്ന് മസാജ് ചെയ്ത് നോക്കുമ്പോൾ മസിൽ റിലാക്സ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടാകുന്നുണ്ടോ, അത് തന്നെയാണ് അതിനകത്തുള്ള റിലാക്സേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തൊരു പാമ്പറിങ് ഉണ്ട്, അതായത് ഈ പറയുന്ന പോലെ നമ്മൾ എല്ലാ വീടുകളിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചില വീടുകളിൽ ഹസ്ബൻഡിൻ്റെ കെയർ അല്ലെങ്കിൽ അമ്മയുടെ കെയർ, സ്വന്തം അമ്മയുടെ കെയർ കിട്ടാത്ത വീടുകൾ പോലും ഞങ്ങൾ ഈ ഒരു 150 കേസസിനകത്ത് കേട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കെയർ ചിലപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഞങ്ങൾ ഈ ചെയ്യുന്ന ആൾക്കാർ, പഴയ അമ്മമാരാണേലും അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണേലും അവർ ചെയ്യുന്ന ആ ഒരു പാമ്പറിങ് ഉണ്ട്, അവരുടെ മക്കളെടുത്ത് അവർ കാണിക്കുന്ന പോലെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ചേച്ചിയെടുത്ത് പോയി നിന്ന് അവർ ചെയ്യുന്ന ഒരു ഫീലുണ്ട്, അവർക്കത് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് വിസിബിളി ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് അറിയാൻ പറ്റിയെന്നുള്ളതാണ്. അതാണ് ഇതിനകത്തെ മെയിൻ പ്രാധാന്യം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രസക്തി എന്നുള്ളത്. ഇത് ചെയ്തില്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ചെയ്താൽ എന്താണെന്നുള്ളതിൻ്റെ വ്യത്യാസം ഇത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു പ്രസവരക്ഷ എന്ന് പറയുന്നത് ഒരേപോലെയാണോ? മീൻസ് ഈ നോർമൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കാരുണ്ട്, സിസേറിയൻ കഴിഞ്ഞ ആൾക്കാരുണ്ട്, പിന്നെ ബ്ലഡ് ഷുഗർ, പിന്നെ BP ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒരേപോലെയാണോ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്, അതോ അവരുടെ ബോഡിക്ക് അനുസരിച്ച് അവരുടെ ആരോഗ്യം അനുസരിച്ചിട്ടാണോ ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. കാരണം ഓരോരുത്തരുടെ ശരീരപ്രകൃതി പലതരത്തിലുള്ളതാണ്. നോർമൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കും സിസേറിയൻ കഴിഞ്ഞ ആൾക്കും ദിവസങ്ങൾ തുടങ്ങുന്നത് വ്യത്യസ്തമായിട്ടാണ്. നോർമൽ ഡെലിവറി ആണെങ്കിൽ 5 ദിവസം കഴിയണം ആ സ്റ്റിച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഉണങ്ങി 6ാമത്തെ ദിവസം തൊട്ടായിരിക്കും ചികിത്സ ചെയ്യുന്നത്. സിസേറിയൻ ആണെങ്കിൽ അതിൽ കൂടുതൽ ദിവസം, അതായത് 15-20 ദിവസത്തോളം വെയിറ്റ് ചെയ്ത് സ്റ്റിച്ച് നല്ല ഹീലായതിനു ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ആരോഗ്യരീതി പറഞ്ഞ പോലെ ഡിപ്രഷൻ ഉള്ളവരുണ്ട്, അല്ലാതെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, പെയിന്, ഒരുപാട് നീരുകളൊക്കെ ഉള്ളവരുണ്ട്. അവർക്കൊക്കെ ഓരോ പ്രത്യേക തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ്. ചിലർക്ക് നാരങ്ങക്കിഴിയായിരിക്കും, ചിലർക്ക് ഇലക്കിഴിയായിരിക്കും, ഞവരക്കിഴി, അങ്ങനെ വ്യത്യസ്തമായിട്ട് എല്ലാവരുടെയും ശരീരപ്രകൃതി നോക്കി ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളാണെങ്കിലും പുറമേ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളാണെങ്കിലും ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടാണ്. ഇപ്പം ഡിപ്രഷനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കെയർ അവർക്ക് ആവശ്യമാണ്, അവരെ ഒരാൾ കരുതുന്നുള്ള കെയറൊക്കെ അവർക്ക് കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ നോക്കി അവരുടെ ആരോഗ്യസ്ഥിതി നോക്കിയാണ് ചെയ്യുന്നത്. പ്രസവരക്ഷയ്ക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്
എന്താണ് തുടങ്ങുന്നത്? ഇപ്പം ഡോക്ടർ പറഞ്ഞു നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് 5 ദിവസവും സിസേറിയൻ കഴിഞ്ഞവർക്ക് 15 ദിവസവുമാണ്. അപ്പം ഈ ആദ്യഘട്ടം തുടങ്ങുമ്പോൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്? ഫുഡിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമോ കൊടുക്കുന്ന ഫുഡിൽ? പിന്നെ ഈ ടൈമിലൊക്കെ ഈ കുറുക്കും ലേഹ്യമൊക്കെ കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ രീതിയും എന്തൊക്കെയാണ്, ഈ ഒരു എത്ര ദിവസം നീണ്ടു നിൽക്കും, അതിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് രീതികൾ, കൊടുക്കുന്ന ആഹാരത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? സുരക്ഷയുടെ ആദ്യഘട്ടം എന്ന് പറയുന്നത് നോർമൽ ഡെലിവറി ആണെങ്കിൽ 5-ാമത്തെ ദിവസം തൊട്ടാണ് ആദ്യഘട്ടം തുടങ്ങുന്നത്, 5 തൊട്ട് 8 വരെ. അത് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന് ആ ദിവസം തൊട്ട് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 5 തൊട്ട് 8 വരെ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ എണ്ണ തേച്ചുള്ള സാധാ മസാജ്, ഒരുപാട് ഇതാക്കത്തില്ല, എണ്ണ തേച്ചുള്ള സാധാ മസാജ് വേദുകുളിയും പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഉള്ളിൽ കഴിക്കാനായിട്ട് മരുന്നെന്ന് പറയുമ്പം ഈ ഇഞ്ചി നീരിൽ തേൻ ചേർത്തിട്ട് 3 നേരമായിട്ട് കഴിക്കാൻ കൊടുക്കാം. തൃകടു ചൂർണ്ണത്തിൽ തേൻ ചേർത്ത് 3 നേരമായിട്ട് കഴിക്കാൻ കൊടുക്കാം. പിന്നെ പഞ്ചകോല ചൂർണ്ണമുണ്ട്, അത് നെയ്യും കൂടെ ചെറിയ ചൂടുള്ള കഞ്ഞിയിൽ അങ്ങനെ കഴിക്കാൻ പറ്റും. പിന്നെ ആഹാര രീതിയിൽ ഈ നോൺ വെജ് ഒക്കെ മാക്സിമം ആ സമയത്തേക്ക് അവോയ്ഡ് ചെയ്യുക, കാരണം കോൺസ്റ്റിപ്പേഷൻ കോമൺ ആണ് ഡെലിവറി കഴിയുമ്പോൾ. അപ്പോൾ ഈ ഫൈബർ കൂടുതലടങ്ങിയ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെയൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണോ ഈ ഒരു 12 ദിവസം ഡെലിവറി കഴിഞ്ഞിട്ട് 12 ദിവസം നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? അതെന്തുകൊണ്ടാണ്? ദഹനത്തിനെ ബാധിക്കുന്നത് കൊണ്ടാണ്. ദഹനം ബാധിക്കുമ്പം മുലപ്പാലിൻ്റെ കൂടെ അത് കുഞ്ഞിനെ ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ആ സമയത്ത് മാക്സിമം നോൺ വെജ് കഴിക്കാതിരിക്കുന്നത്. അപ്പം ഈ 2ാം ഘട്ടം തുടങ്ങുന്നത് എപ്പോഴാണ്? ഈ ആദ്യത്തെ ഈ ഘട്ടം കഴിഞ്ഞ് 2 ദിവസത്തെ റെസ്റ്റ് കാണുമോ, അതോ അത് കഴിഞ്ഞു? ഇല്ല, ആദ്യത്തെ എന്ന് പറയുന്നത് 8-ാമത്തെ ദിവസം കഴിയും. പിന്നെ 8 തൊട്ട് 14 എന്ന് പറയുന്നത് അടുത്ത ഘട്ടമായിട്ട് വരും. ആ സമയത്ത് ഇതിൻ്റെ കൂടെ, ഈ മസാജിൻ്റെ കൂടെ വേദുകളുടെ കുറച്ചും കൂടെ നീരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹാർഡായിട്ട് തടവി ഇറക്കി കിഴി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും 2ാമത്തെ ഘട്ടത്തിൽ. പിന്നെ അതിനോടൊപ്പം ഗർഭാശയ ശുദ്ധിക്കും ഈ വേദന മാറാനൊക്കെ ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കും. അതായത് ധന്വന്തരം കഷായം, രാസ്നാദി കഷായം, മർമ്മ കഷായം, അങ്ങനെയുള്ള കഷായങ്ങളൊക്കെ ഈ ടൈമിലാണ് ലേഹ്യമൊക്കെ. ഇത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കൂടെ അരിഷ്ടം കൊടുക്കാം, കാരണം ദഹനശക്തി വർദ്ധിപ്പിക്കാൻ, ദഹനം കുറവായിരിക്കും, ദഹനശക്തി വർദ്ധിപ്പിക്കാനായിട്ട് അരിഷ്ടം, അത് ദശമൂല അരിഷ്ടം കൊടുക്കാം, ജീരകാരിഷ്ടം കൊടുക്കാം, അങ്ങനത്തെ അരിഷ്ടങ്ങളൊക്കെ ഈ സമയത്ത് കൊടുക്കും. പിന്നെ ഫുഡിൽ ഇതുപോലെ തന്നെ ഫൈബർ അടങ്ങിയ കൂടുതൽ കണ്ടന്റ് കൊടുക്കും. പിന്നെ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മട്ടൺ സൂപ്പൊക്കെ കഴിക്കാൻ പറ്റും 2ാമത്തെ ഘട്ടത്തിൽ. ഈ 3ാം ഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് 45 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ആഹാരങ്ങളും ചികിത്സയും ഈ ടൈമിൽ എന്തൊക്കെയാണ് കഴിക്കാൻ കൊടുക്കുന്നത്? ഈ സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് നല്ല പോഷകാഹാരം കഴിക്കേണ്ട സമയം ഇപ്പോഴാണ്. ആ സമയത്ത് നോൺ വെജ് എല്ലാം എടുക്കാം, പ്രത്യേകിച്ച് ചെറിയ സൈസ് മീനുകൾ, ഈ മട്ടൺ അങ്ങനത്തെ എല്ലാം എടുക്കാം. പിന്നെ മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ടുള്ള പോഷകാഹാരം, അത് നട്ട്സ്, ഗ്രൗണ്ട് നട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഈ 45 ദിവസം വരെയാണ്, അതായത് 18 തൊട്ട് 45 ദിവസം വരെയാണ് ഈ പൂർണ്ണമായിട്ട് റെസ്റ്റ് വേണ്ടത്. കാരണം ഗർഭസമയത്ത് അത്രയും വികസിച്ച ആ ഗർഭാശയം ചുരുങ്ങാനായിട്ട് നല്ല റെസ്റ്റ് ആവശ്യമാണ്. ഇല്ലെങ്കിൽ പിന്നീട് അത് ഇടിഞ്ഞ് താഴ്ന്നു പോകാനായിട്ടൊക്കെ അത് കേട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു ടൈമിൽ വിശ്രമം അത്യാവശ്യമാണ്, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ ഉള്ളതാണ്. 45 ദിവസം നല്ല റെസ്റ്റ്, അതായത് ഫുള്ള് കിടക്കുക, പാല് കൊടുക്കുന്ന സമയത്തൊക്കെ എഴുന്നേറ്റ് ബാക്കിയുള്ള സമയം കിടന്നു കഴിഞ്ഞാൽ ആ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാകും. പിന്നീട് മുന്നോട്ട് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവില്ല, ആ ബാക്ക് പെയിൻ ഒക്കെ നന്നായിട്ട് മാറും ആ സമയത്ത് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ. ഈ സമയത്ത് കുറിഞ്ഞിക്കുഴമ്പ്, പിന്നെ ശരീരം മെലിഞ്ഞവരൊക്കെ ആണെങ്കിൽ വിതാരാതിലേക്കും തെങ്ങിൻ പൂക്കലാതിലേക്കും അങ്ങനത്തെ മരുന്നുകളൊക്കെ എടുക്കാൻ പറ്റും. ആക്ച്വലി ഈ കുഴമ്പും കുറുക്കൊക്കെ കഴിക്കണോണ്ടാണോ വണ്ണം വെക്കണേ? അങ്ങനെയില്ല, പ്രസവ സമയത്ത് എന്താണേലും ഫുഡ് കൂടുതലായിട്ട് കഴിക്കും. കാരണം പണ്ട് അമ്മൂമ്മമാർ പറയും 2 പേർക്കുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ആ ഫുഡ് എടുക്കാൻ നോർമലി ഒരു ലേഡിക്ക് 10 തൊട്ട് 12 വരെ വെയിറ്റ് കൂടും. പ്രസവ ശേഷം അത് കുറച്ച് പേർക്ക് നോർമലായിട്ട് പഴയ വെയിറ്റിൽ തന്നെ വരും, ബാക്കി കുറച്ച് പേർക്ക് അങ്ങനെ നിൽക്കും. അതിപ്പം ഹോർമോണൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അവർക്ക് അങ്ങനെ നിൽക്കും. അല്ലാതെ പിന്നെ ജനറ്റിക്കലി അതും വണ്ണം വെക്കാനുള്ള കാരണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഇൻഡൈജഷൻ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും ലേഹ്യങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരുപക്ഷെ മാൽ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാകും. അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കാതെ അല്ലെങ്കിൽ മസിൽസിന് ഹെൽപ്പ് ചെയ്യാതെ അത് അബ്നോർമലായിട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് ഈ ഫാറ്റ് ഡെപ്പോസിഷനൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഒബീസ് ആയിട്ട് മാറാനുള്ള റീസൺ. അപ്പോൾ സമയം തെറ്റി കഴിക്കുക, അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ടൈമിൽ അൺടൈമിൽ ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഓവർ ഈറ്റിംഗ് അങ്ങനത്തെ ഇത് വരുമ്പോഴാണ് അത് കുറച്ചുകൂടെ എഫക്റ്റ് ആകുന്നത് എന്നുള്ളതാണ്. അതല്ലാതെ ലേഹ്യത്തിന് നമ്മളെ ഒരു എന്താ പറയുക ഒരു അമിതവണ്ണത്തിലോട്ടൊക്കെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഓരോരുത്തരുടെ മെറ്റബോളിസത്തിന്റെ കണ്ടീഷൻ വെച്ചിട്ട് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ അതിന് ഒരുപാട് ഫാക്ടറിൽ ഒന്ന് മെറ്റബോളിസമാണ്, അല്ലെങ്കിൽ ജനറ്റിക്കലാണ്, തൈറോയിഡാണ്, ഹെൽത്ത് ആണ്, അവരുടെ എല്ലാ ഇതും കൂടെ കളക്റ്റീവ്ലി ആണ് നമുക്ക് ആ ഒരു ഒബിസിറ്റിയിലോട്ടൊക്കെ കൊണ്ടെത്തിക്കുന്നതാണ്.
ഡോക്ടർ, എന്താണ് ഈ വേദുകുളി? ഇപ്പോൾ പലർക്കും അറിയത്തില്ല. പിന്നെ അതുമല്ല, ഈ വേദ് വെള്ളം എന്ന് പറയുമ്പം ഭയങ്കര തിളച്ച വെള്ളമാണല്ലോ. ഇപ്പം നമ്മുടെ ബോഡിക്കൊക്കെ താങ്ങാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ടെമ്പറേച്ചറാണ് നമ്മളെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നത്. അപ്പോൾ അതിനേക്കാൾ തിളച്ച വെള്ളമല്ലേ ബോഡിയിൽ ഒഴിക്കുന്നത്. അപ്പം ഈ നോർമൽ ഡെലിവറി അല്ലാണ്ട് സിസേറിയൻ കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ സ്റ്റിച്ച് ഇപ്പം എന്ന് വെച്ചാൽ 2 സൈഡ് മാത്രമേ സ്റ്റിച്ചുള്ളൂ. പ്രൈവറ്റിലൊക്കെ ഒട്ടിപ്പാണ്. അപ്പം ആ സ്റ്റിച്ച് ഇളകാനോ അല്ലെങ്കിൽ മുറിവിന് ഇൻഫെക്ഷൻ ആവാനോ ഒക്കെ സാധ്യതയില്ല അങ്ങനെ ഒഴിക്കുമ്പോഴേക്കും? സോ അതിനുള്ള എക്സാക്ട് ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. നമുക്ക് ബോഡിക്ക് ഒരു ഹീറ്റിൻ്റെ ഒരു അക്സെപ്റ്റൻസിന് ഒരു പരിധി ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പഴയ രീതിയിൽ ഒരുപാട് തിളച്ച വെള്ളം ഒഴിക്കുന്നതിനോട് ഞങ്ങൾക്കും താല്പര്യമില്ലെന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു ഹീറ്റ് അല്ലെങ്കിൽ ഒരു ഹോട്ട് വാട്ടർ ബാത്ത് തന്നെയാണ് വേണ്ടത് ജനറൽ ഒരു ഇതിന്. അപ്പോൾ അത് ഒരല്പം ഇച്ചിരി കൂടി നിന്നാലും പ്രശ്നമില്ല, നമുക്ക് താങ്ങാൻ പറ്റുന്നത്. അതായത് നമുക്ക് ചെയ്യുന്ന ആളുടെ സ്കിന്നിനും ഫിസിക്കലിയും മെൻ്റലിയും. കാരണം തിളച്ച വെള്ളം ആണ് ഇതല്ലെങ്കിൽ എന്തോ വെള്ളം കൊണ്ട് ഒഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാത്രം മാറി നിൽക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട് ഈ പ്രസവരക്ഷയ്ക്ക്. അങ്ങനെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ടാണ് അത് അറിയാൻ പറ്റിയത്. കാരണം എന്തിനാണ് ഇത്ര തിളച്ച വെള്ളം ഒഴിക്കുന്നത്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടൊക്കെ നിൽക്കുന്നത്. പക്ഷെ ചില വീടുകളിൽ നമ്മളെ കുറച്ചുകൂടെ പ്രായമായവർ ഞങ്ങളെ ഫോഴ്സ് ചെയ്യാറുണ്ട്, ഇത് ഇത്ര പോരാ, ഇത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നതുണ്ട്. കുറച്ചുകൂടെ വെള്ളം ചൂടാക്കണം അല്ലെങ്കിൽ ഇത്രയും തിളച്ചൊഴിക്കണം. അതിനോട് ഞങ്ങൾക്കും യോജിപ്പില്ലെന്നുള്ളത് തന്നെയാണ്. നമുക്കൊരു ഹീറ്റ് അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ബാത്ത് നമുക്ക് ആവശ്യമാണ്. മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ബാത്ത് ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ സ്റ്റിച്ചിൻ്റെ കാര്യം എന്നുള്ളത് അതിൽ വളരെ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ്. ഒരുപാട് തിളച്ച വെള്ളമൊന്നും നമ്മൾ സ്റ്റിച്ചിലോട്ടൊന്നും ഹീലിംഗ് ടൈമിൽ ഇത്രയും ഹീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ അവിടെ ആ ഭാഗത്ത് എണ്ണ ഉപയോഗിക്കുന്നതോ ഈ പറയുന്ന ചൂടുവെള്ളം ഉപയോഗിക്കുന്നതോ അതിൻ്റെ ഹീലിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളത് ഷുവറാണ്. നമ്മൾ ആ സമയത്ത് അല്ലെങ്കിൽ സ്റ്റിച്ചിൻ്റെ ഒരു ഹീലിംഗ് കംപ്ലീറ്റ് ആയി തുടങ്ങുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഇല്ലെങ്കിൽ അത്ര എഫിഷ്യൻ്റ് ആയിട്ടൊക്കെ ചെയ്യുന്നവർ ചിലരുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ആ ഭാഗങ്ങളിൽ ആ വെള്ളം കൊള്ളാതെ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളവരുണ്ടെങ്കിൽ മാത്രമാണ് അത് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഹീറ്റ് എന്ന് പറയുന്നത് യുണീക്ക്ലി എനിക്ക് തോന്നുന്നത് അത് ഇത്രയും ഭയങ്കര തിളച്ച വെള്ളം ഒഴിക്കണമെന്നുള്ളതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കുറച്ചുകൂടെ ഒരു ബെയറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പറ്റുന്ന അത്രയും. ഇപ്പോൾ ചിലർക്ക് ചൂട് വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ അത് കൂട്ടി കൊടുക്കാം എന്നുള്ളത് തന്നെയാണ്. അതിലൊരു മെയിൻ ഭയം അല്ലെങ്കിൽ പേടിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ പ്രഗ്നൻറ്റ് ലേഡീസ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പേടിക്കുന്ന ഒരു സാധനം ഈ തിളച്ച വെള്ളം നമ്മുടെ ദേഹത്ത് ഒഴിച്ചത് ഇപ്പോൾ തൊലി ഇളകി പോകുമല്ലോ എന്നുള്ളൊരു ഭയമാണ്. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രോപ്പർ കെയറിന് അതിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് ഇത് ഒഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാസോ ഡയലേഷന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്ന ആ വെസൽസ് ഒക്കെ കുറച്ചുകൂടെ ആക്റ്റീവ് ആകാനും നമ്മൾ കഴിക്കുന്ന എല്ലാ മരുന്നാണേലും ഫുഡാണേലും അതിൻ്റെ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ട് എത്തിപ്പെടാനും ഇനി അഥവാ നമുക്കൊക്കെ വന്ന മസിലിൻ്റെ ഡാമേജിലോട്ട് ഓക്സിജൻ കിട്ടി അവിടെ ഹീലിംഗ് സംഭവിക്കാനും ഈ ചൂടുവെള്ളത്തിൻ്റെ എഫക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് തന്നെയാണ്. ഇതിൽ എന്തൊക്കെ മെഡിസിൻസ് ആണ് ചേർക്കുന്നത്? മെഡിസിൻസ് കൂടുതലും നമ്മൾ നാൽപ്പാമരപ്പട്ട, ദശമൂല ചൂർണം, പിന്നെ ഇലകൾ. നമുക്കടുത്ത് ഈ വാദത്തിനെ ശമിപ്പിക്കുന്ന ഇലകൾ, അതായത് വാദം കൊല്ലി, ആവണക്ക്, പുളിയില, പ്ലാവില, മാവില, ശീലാന്തി ഇല, അങ്ങനെയുള്ള ഇലകൾ, പച്ചമഞ്ഞൾ, ഇതെല്ലാം കൂടിയിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത്. തലേ ദിവസം തിളപ്പിച്ചിടും. പ്രസവക്കുളി തീരുന്നത് വരെയും അതങ്ങനെ അടുപ്പിൽ അങ്ങനെ വെച്ച് കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് തലയ്ക്കുന്ന ദിവസം ചൂടാക്കിയിട്ട് നെക്സ്റ്റ് ഡേ എടുക്കും. രാവിലെയും ചൂടാക്കും. അങ്ങനെ അടുപ്പിൽ നിന്ന് മാറ്റാതെ അങ്ങനെ വെച്ച് പിന്നെ ഇലകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കും. 3-4 ദിവസം ആകുമ്പോൾ ഇലയുടെ മാറുമ്പോൾ ഇലകൾ മാറ്റി കൊടുക്കും, മരുന്നും മാറ്റി. കിഴി കെട്ടിയാണ് വേദുപൊടി ഇടുന്നത്. ഡോക്ടർ, വേദുകുളി കഴിഞ്ഞിട്ടാണോ ഈ കുളി എന്ന് പറയുന്ന സെക്ഷൻ ആരംഭിക്കുന്നത്? ഇപ്പം നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഈ കുളിയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു സെക്ഷൻ പോകുന്നത്? എന്തൊക്കെ ചെയ്യും ആ ഒരു പാക്കേജിൽ? നമുക്ക് ആക്ച്വലി ആ പാക്കേജിൽ അല്ലെങ്കിൽ ആ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. അതിനൊരു ഓർഡറിലുള്ള ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ പ്രൊസീജിയേഴ്സിൽ ഫസ്റ്റ് അല്ലെങ്കിൽ മെയിൻ പ്രോമിനൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മസാജ് മെത്തേഡ്സ് ആണ്. അല്ലെങ്കിൽ അതിൻ്റെ കിഴി അങ്ങനത്തെ മെത്തേഡ്സൊക്കെയാണ് ഇതിനകത്ത് പ്രോമിനൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഇത് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ വേദുകുളി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഇല തിളപ്പിച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ ഒരു ഇത് വരുന്നത്. മസാജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ മസിൽസിന് വരുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ വരുന്ന സ്ട്രെയിനും ഒക്കെ കൊടുക്കുന്ന ഒരു റിലാക്സേഷൻ മെത്തേഡാണ് ഈ മസാജ് എന്ന് പറയുന്നത്. സോ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും മസിൽ സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒരു റിലാക്സൻ്റ് ആയിട്ടാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. വളരെ മൈൽഡ് ആയിട്ടുള്ള, വളരെ അവരെ ക്ലയൻറ്റിന് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രഗ്നൻസി കഴിഞ്ഞിരിക്കുന്ന ആൾക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ആ മസാജ് വരുന്നത്. വളരെ സൂത്തനിങ് ആയിരിക്കും. മസാജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹെഡ് മസാജ്, ഫേസ് മസാജ്, ഫുൾ ബോഡി മസാജ്, അങ്ങനെ കംപ്ലീറ്റ് ഒരു ഇതാണ്. ഒരു അഭ്യംഗം എന്ന് പറയുന്നത് അത്രയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇതിലാണ് നമുക്ക് വരുന്നത്.
അതിനുശേഷമാണ് നമ്മുടെ അടുത്ത് കുറച്ചുകൂടെ പ്രോമിനൻസി നമ്മൾ കൊടുക്കുന്നതാണ് ഈ വേത് വെള്ളം പിടിക്കുന്നത്, ഹോട്ട് വാട്ടർ ബാത്ത് എടുക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് കുറച്ചുകൂടെ നമുക്ക് ഈ ഒരു ഈ പ്രഗ്നൻസി പീരീഡിൽ വരുന്ന കുറച്ച് ഹോർമോണൽ ചേഞ്ചസ് കാരണം വരുന്ന സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ഈ പറയുന്ന പിഗ്മെൻറ്റേഷൻസ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫേസ് പാക്ക്, ബോഡി പാക്ക്. കാരണം പിഗ്മെൻറ്റേഷൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈസ്ട്രോജനും അല്ലെങ്കിൽ ആ ഒരു ഹോർമോണൽ ഇഷ്യൂസ്, പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടുമ്പോൾ ഉള്ള ഇഷ്യൂസ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ സ്കിന്നിലെ ഡീപിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ആ ഫേസ് പാക്കൊക്കെ വളരെ എന്താ പറയുക, നമുക്ക് എല്ലാ ഹെർബൽസ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ക്രബിങ് ഒക്കെ ചെയ്യുന്ന ഒരു ഫേസ് പാക്കൊക്കെയാണ് നമുക്ക് വരുന്നത്. പിന്നെ ബോഡി പാക്ക് ഉണ്ടാവും, അതായത് അതും ഇതുപോലെ മഞ്ഞളൊക്കെ ചേർത്തിട്ട് നമുക്ക് ആ സ്ട്രെച്ച് മാർക്സ് അല്ലെങ്കിൽ ആ ഒരു പിഗ്മെൻറ്റേഷൻസ് ഒക്കെ മാറി നമുക്ക് സ്കിന്നിന് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു ആൻറ്റി ഏജിങ് പ്രോസസ്സൊക്കെ കൊടുക്കുന്ന പോലുള്ള ഒരു തെറാപ്പിയാണ് ആ ഒരു ഇതിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹെയർ പാക്ക്, കാരണം ഈ പറഞ്ഞ ഹോർമോണൽ ചേഞ്ചസ് കാരണം തന്നെ കൂടുതലും, പിന്നെ ഫോളിക് ആസിഡിൻ്റെ ഒക്കെ കുറവ് കാരണം അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ഒക്കെ കാരണം ജനറലി എല്ലാവർക്കും വരുന്നൊരു ഇതാണ് ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഹെയർ ലോസിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഹെയർ പാക്ക് ഉണ്ടാവുക. പിന്നെ ഹെയർ ഫ്യൂമിഗേഷൻ, കണ്ണിന് അഞ്ജനം, അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു പാമ്പറിങ് എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു പ്രൊസീജിയറാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. കളക്റ്റീവ്ലി പറയുവാണെങ്കിൽ ഒരു 10ഓളം പ്രൊസീജിയേഴ്സ് ഉണ്ട് ഈ ഒരു പ്രസവരക്ഷയ്ക്ക് എന്ന് പറയുന്നതിൽ. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ പോയി ചെയ്യുന്ന സമയത്ത് ഒരു ഓൾമോസ്റ്റ് ഒരു 2-3 മണിക്കൂറോളം എടുക്കുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ് ഈ അമ്മയ്ക്ക് മാത്രം ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് വയറ് കെട്ടലുണ്ട്. കാരണം ഇത് എല്ലാവരും കുറച്ച് ഡൗട്ട്ഫുള്ളി ചോദിക്കുന്ന കാര്യമാണ്, അതിൻ്റെ ആവശ്യമുണ്ട്, വയറ് കെട്ടാതെ എത്രയോ പേർക്കത് അബ്ഡമിനൽ ഫ്ലാബി അബ്ഡമിനൽ അല്ലാതെ ആയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ മിക്കവർക്കും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എനിക്ക് അതിന് ശേഷം പിന്നെ അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളത്. അതിൻ്റെ എക്സാക്ട് റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആഫ്റ്റർ പ്രഗ്നൻസി നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ആ ഒരു സ്പേസ്, നമുക്ക് സ്കിന്നിന് വരുന്ന ചേഞ്ചസ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പലരും ശ്രമിക്കാതെ പോകുമ്പോഴാണ് ഫ്ലാബി അബ്ഡോമിനായിട്ട് മാറുന്നത്. അതിനൊരു ശ്രമമാണ് ആക്ച്വലി നമ്മൾ ഈ പറയുന്ന അബ്ഡോമിനൽ ബൈൻഡിങ്. അപ്പോൾ എന്തിനാണ് സാരിയൊക്കെ വലിച്ച് വെച്ച് കെട്ടുന്നത് അല്ലെങ്കിൽ കോട്ടൺ തുണി വെച്ച് കെട്ടുന്നതെന്ന് പറയുമ്പോൾ, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞതൊരു പ്രിമിറ്റീവ് മെത്തേഡാണ്, നമ്മൾ അതിൻ്റെ അതേതായ ഒത്തൻറ്റിസിറ്റിയിൽ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ വയറിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ബാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഫോം ആകുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. അത് ആഫ്റ്റർ ഡെലിവറി ഇപ്പോൾ നമ്മൾ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അല്ലെങ്കിൽ അവിടുന്ന് കൊടുക്കുന്ന സ്റ്റൊമക്കിന് യൂസ് ചെയ്യുന്ന എല്ലാ ബാൻഡും ഒക്കെ പർപ്പസ് ഒന്ന് തന്നെയാണെന്നുള്ളതാണ്. നമ്മുടെ കുറച്ച് പഴയ മെത്തേഡ് അതിൻ്റെ ഒതൻറ്റിസിറ്റി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുള്ളത് തന്നെയാണ് അബ്ഡോമിനൽ ബൈൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ മൈൽഡായിട്ടുള്ള, ഒട്ടും പ്രഷർ യൂസ് ചെയ്യാതെ, സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ ആകാതെ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർ കെയറിൽ ചെയ്യുന്നതാണ് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ സപ്പോർട്ട് കൊടുക്കുന്നു. അത് 1 മാസത്തോളം കെട്ടാം, എത്ര നാൾ വേണമെങ്കിലും കെട്ടാം. പിന്നെ അതിനുശേഷം നമ്മൾ പ്രോപ്പർ വർക്കൗട്ട്സ് സ്റ്റാർട്ട് ചെയ്ത് അബ്ഡോമിനലിൻ്റെ ആ ഒരു ഫ്ലാബിനെസ് കുറയ്ക്കുക എന്നുള്ളത് നമ്മൾ എടുക്കേണ്ട എഫർട്ട് കൂടെ തന്നെയാണ്. അങ്ങനെയാണ് അത് മാറുന്നത്. ചെയ്ത് കഴിഞ്ഞാലും പ്രസവരക്ഷ ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ വരുന്ന ചേഞ്ചസ് ഇൻഡിവിജ്വലി തന്നെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസും മെറ്റബോളിസം പോലെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അതിലുള്ളത്. ഈ ബാക്കി പറഞ്ഞ എല്ലാ പ്രൊസീജിയേഴ്സിനും ഈ പറഞ്ഞ ഫിസിക്കലി അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മെൻ്റലിയും കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്ക് അതുകൊണ്ടുള്ള റെലവൻസ്, നേരത്തെയും പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ആവശ്യകതയുടെ ഇത് വരുന്നത് അവിടെ തന്നെയാണ്. ഡോക്ടർ, ഈ നമ്മുടെ ബെൽറ്റ് അല്ലെങ്കിൽ ഈ തുണി കെട്ടുമ്പോഴത്തേക്ക് എന്തെങ്കിലും കുഴമ്പോ പെരട്ടിയിട്ടാണോ ഈ തുണി കെട്ടുന്നത്? ഇല്ല, കുഴമ്പ് നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത്, തേച്ച് കുളിക്കുന്ന സമയത്ത് കുഴമ്പിട്ട് അങ്ങനെ കഴുകിക്കളയുന്നു. വയറ് കെട്ടുന്ന സമയത്ത് നമ്മൾ കോട്ടൺ സാരിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നല്ല വീതിയും നീളമുള്ള കോട്ടൺ സാരി വെച്ച് നട്ടലിനധികം പ്രഷർ വരാത്ത കണക്കിന് ചുറ്റി കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ എന്തൊക്കെ കുഴമ്പുകളും എന്തൊക്കെ കിഴികളും ചേർത്തിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ്? എന്തൊക്കെ കിഴിയാണ്? തേച്ച് കുളിക്ക് ഉപയോഗിക്കുന്ന എണ്ണകൾ നമുക്ക് ധന്വന്തരമാണ് മെയിനായിട്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. ധന്വന്തരം മുക്കുട്ട്, ധന്വന്തരം തൈലം, ധന്വന്തരം കുഴമ്പ്, പിന്നെ ബലാശ്വഗന്ധാദി തൈലം, അതൊക്കെ എടുക്കാം എണ്ണയായിട്ട്. ഈ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ടൈം ഉണ്ടല്ലോ, അപ്പം ഈ മുടിയൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞു പോകുമല്ലോ, അപ്പം അതിന് എന്തെങ്കിലും പാക്കേജോ ട്രീറ്റ്മെൻറ്റോ കൊടുക്കുന്നുണ്ടോ? പാക്കേജ് ഉണ്ട്. നമുക്ക് ഹെയർ പാക്ക് ഉണ്ട്, മുടി കൊഴിച്ചിലുള്ള ഹെയർ പാക്ക്. പിന്നെ ഓയിൽ, കൂടുതൽ പേർക്കും സ്ട്രെസ്സൊക്കെ കാരണം നന്നായിട്ട് മുടി കൊഴിയും. ഹോർമോണിൻ്റെയും ഈ വിറ്റമിൻ ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി ഒക്കെ കൊണ്ട് മുടി കൊഴിയാറുണ്ട്. അപ്പം നമ്മൾ ഹെയർ പാക്ക്, അതിനുള്ള ഓയിൽ, നീലിഭൃങ്ങാതി ഓയിൽ, ചെമ്പരത്തി അധികേരം, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു പരിധി വരെയും മുടി കൊഴിച്ചിൽ കുറയാറുണ്ട്. ഈ കുളിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, കുളിപ്പിക്കുന്ന ആ ഒരു ടൈം പീരീഡ്, അപ്പോൾ ആ ടൈം പീരീഡിൽ ഈ ഓയിൽ തേക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഈ സ്റ്റിച്ച് ഉണങ്ങാതിരിക്കുമ്പോഴും മുറിവ് ഉണങ്ങാതിരിക്കുമ്പോഴൊക്കെ ഈ ഓയിൽ തേക്കുന്നത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇഷ്യൂസ് ഉണ്ട്. സ്റ്റിച്ച് ഉള്ളവർക്ക് മാക്സിമം 15 ദിവസം, സിസേറിയന് ശേഷം 15 ദിവസം ആകുമ്പം സ്റ്റിച്ച് ഹീലാവും. പക്ഷെ ചിലർക്ക് ആ സ്റ്റിച്ചിൻ്റെ ഭാഗം അങ്ങനെ കാണാറുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് നമ്മളൊരു തുണിയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ വെച്ച്
പൊതിഞ്ഞിട്ടാണ് എണ്ണ തേക്കുന്നത്. അപ്പോൾ അതങ്ങോട്ട് ഒഴുകി പോകത്തില്ല. അഥവാ അങ്ങനെ പോവുകയാണെങ്കിൽ ഇൻഫെക്ഷൻ ആകും. അതുകൊണ്ടാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് ഇട്ട് കവർ ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ ഈ പ്രഗ്നൻസി തുടങ്ങുന്ന സമയം മുതൽ അയണിൻ്റെയും കാൽസ്യത്തിൻ്റെയും ടാബ്ലറ്റ്സ് കഴിക്കാൻ തുടങ്ങും. ഡെലിവറി കഴിഞ്ഞും ഒരു 1.5 മാസത്തോളം കഴിക്കാൻ ഡോക്ടേഴ്സ് പറയും. അപ്പം ഈ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിനൊപ്പം അത് കഴിക്കാൻ പറ്റുമോ? കഴിക്കണം, തീർച്ചയായിട്ടും അത് കഴിക്കണം. കാൽസ്യവും അയണും കണ്ടിന്യൂസ് ആയിട്ട് അത് അവർ തരും. 45 ദിവസമല്ല, 2 മാസം 3 മാസം വരെയൊക്കെ ആ ടാബ്ലറ്റ് കണ്ടിന്യൂ ആയിട്ട് എടുക്കണം. കാരണം കാൽസ്യം ഉണ്ടെങ്കിൽ മുലപ്പാലിലൂടെ കുഞ്ഞിന് ആ പോഷകം കിട്ടത്തുള്ളൂ. അയൺ സപ്ലിമെൻറ്റും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടതാണ്. കാരണം അയൺ ഡെഫിഷ്യൻസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനീമിയയും വിളർച്ചയും അതിലൂടെ വിശപ്പില്ലായ്മയൊക്കെ വരും. വിശപ്പില്ലായ്മയിലൂടെ ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് മുലപ്പാലിലൂടെ കിട്ടുന്ന പോഷകവും കുറയും. അതുകൊണ്ട് കാൽസ്യം അയൺ ടാബ്ലറ്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. ഈ ആയുർവേദ മരുന്നുകൾ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് കൂടെ നമ്മൾ ഓർക്കണമെന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും ഉള്ള പൊതുവേ ഉള്ളൊരു ധാരണയാണ് നമ്മൾ എല്ലാ മരുന്നുകളും കൂടെ ഒരുമിച്ച് എടുക്കുമ്പോൾ അത് എന്തെങ്കിലും ദോഷം ചെയ്യുമോ എന്നുള്ളതാണ്. സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ അല്ലെങ്കിൽ റിയാക്ഷൻസ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഇപ്പോൾ കാൽഷ്യം അല്ലെങ്കിൽ നമ്മൾ എന്ത് സപ്ലിമെൻറ്റ്, പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആണെങ്കിലും വിറ്റമിൻ D3 സപ്ലിമെൻ്റ് ആണെങ്കിലും പ്രഗ്നൻസി ടൈമിന് ശേഷവും അത് കണ്ടിന്യൂസ് കൊണ്ടുപോകുന്ന സമയത്ത് ഇതുപോലുള്ള പ്രസവരക്ഷാ മരുന്നുകൾ എടുക്കുന്നത് ഒരു ടൈം ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറോ അതോ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറോ ഒക്കെ ഗ്യാപ്പ് ഉണ്ടായിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളതിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പൊതുവേ ഇതിന് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. നമ്മൾ BP അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ഒക്കെ മെഡിസിൻ കഴിക്കുന്നവർക്ക് തേയ്മാനത്തിൻ്റെ ഒക്കെ പൊടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ കഷായം കഴിക്കുന്നതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ടോ എന്നുള്ളത്. വാസ്തവത്തിൽ അങ്ങനെ ഒരുമിച്ച് കഴിക്കുന്നതുകൊണ്ട് ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ വളരെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും ബോഡിയിൽ സംഭവിക്കാൻ പോകുന്നില്ല. ഒന്ന് നമ്മൾ കഴിക്കുന്ന ഈ ഡയബറ്റീസിൻ്റെ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും മെറ്റ്ഫോമിനൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഹെവി ആണ് മെഡിസിൻസ് എന്നുള്ളതാണ്. കുറച്ചുകൂടെ ലൈറ്റ് ഹേർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഫ്റ്റ് മെഡിസിൻസ് ആണ് ബാക്കി ആയുർവേദത്തിലും സിദ്ധയിലും ഒക്കെ ഉള്ളത് അല്ലെങ്കിൽ യുനാനിയിലൊക്കെ ഉള്ളതെന്നുള്ളത് കൊണ്ട് അതിൻ്റെ ആക്ഷൻസിന് വേരിയേഷൻ ഉണ്ടാകുന്നുള്ളതാണ്. കാരണം മറ്റതിൻ്റെ അടുത്തൂടെ പോലും ചിലപ്പോൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രയോജനം കിട്ടാതെ വരും. അതിനുകൊണ്ട് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്നതിൽ കാര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. ടൈം പീരീഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വലിയൊരു മീൽ കഴിക്കുമ്പോൾ അതിന് 2 മണിക്കൂർ മതി ദഹിച്ച് കിട്ടാനായിട്ട്. ഒരു മരുന്ന് കഴിച്ച് ഒരല്പം ദഹിച്ചതിന് ശേഷം അടുത്ത മരുന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ ആക്ഷൻസ് രണ്ടും തന്നെയാണ്, രണ്ടും മരുന്നാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിലും ഈ പറയുന്ന പോലെ കാൽഷ്യം മെഡിസിൻസോ അല്ലെങ്കിൽ എല്ലാ മെഡിസിൻസും കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് സാധാരണഗതിയിൽ വളരെ ഒരു കെമിക്കൽ ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഒരു ബോഡിയിൽ വളരെ മെറ്റബോളിക് ചേഞ്ചസോ ഒന്നും വരത്തില്ല. അല്ലെങ്കിൽ ദോഷകരമായ രീതിയിലൊന്നും ഈ മരുന്നുകൾ ഒരുമിച്ചെടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് വരത്തില്ല. പ്രോപ്പറായിട്ടുള്ളൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ചില സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഹെവി ഡോസ് ആയിട്ടുള്ള അലോപ്പതിക് മെഡിസിൻസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ അതിനുള്ളൊരു എഫിക്കസിക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നതുകൊണ്ടാണ് രണ്ടും കൂടെ ഒരുമിച്ചെടുക്കുന്നത്. കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ എടുക്കാൻ പാടില്ല എന്നുള്ളതല്ല, കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് വാസ്തവം. സാർ, ഡോക്ടർ, ആക്ച്വലി ഇത് എത്ര മണിക്കാണ് തുടങ്ങുന്നത്? സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതല്ലേ ഈ ഒരു ചികിത്സ എന്ന് പറയുന്നത്? ഇപ്പോൾ പലരും ഈവനിങ്ങും ചെയ്യുന്നുണ്ട്. ഈവനിങ് 5 മണിക്ക് ശേഷം, രാവിലെ 11 മണി കഴിഞ്ഞ് ചെയ്യാറില്ല. പക്ഷേ ഈവനിങ് ഒരു 5 മണിക്ക് ശേഷം ഒരു 6-6:30 മണി വരെ ചെയ്യാറുണ്ട്. രാവിലെ ഒരു 8 തൊട്ട് ഒരു 11 മണി വരെ അല്ലെങ്കിൽ 10 വരെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ആക്ച്വൽ ടൈം എപ്പോഴാണ് ചെയ്താൽ ബെസ്റ്റ് ടൈം ഏതാണ്? ഈ ടൈമിങ്ങിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ എല്ലാവരും പറയുന്നതാണ്. കാരണം ഇഷ്യൂ എന്നല്ല, അതിൻ്റെ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാകുന്നുള്ളതാണ്. പഴയ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ അതേ രീതിക്ക് ഫോളോ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അതിലൊരു മെയിൻ ഡിസ്ട്രാക്ഷൻ വരുന്നത് ഈ ടൈമിങ്ങിൻ്റെ കാര്യത്തിലാണ്. കാരണം അന്നത്തെ കാലത്ത് ഞാനത് കേട്ടിട്ടുണ്ട്. എക്സാക്ട്ലി പറയുന്നതെന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു വീട്ടിലൊരു പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കുട്ടിയുടെ പ്രസവ രക്ഷ ചികിത്സകളെല്ലാം സൂര്യൻ ഉദിച്ച് 8 മണിക്കുള്ളിൽ അത് കഴിച്ചിലാക്കണം അല്ലെങ്കിൽ അത് തീർത്തിരിക്കണം എന്നുള്ളത് ഒരു ആജ്ഞ പോലെയൊക്കെയാണ് അന്ന് അവിടെ കരുതിയിരുന്നതെന്നൊക്കെ ഇതും പല വീടുകളിലും നമുക്ക് കേട്ടറിവ് തന്നെയാണ് അത് ആക്ച്വലി. അപ്പോൾ അതിന് കാരണം അവർ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആ വീട്ടിലുണ്ട്. ഒരു ദിവസം ഒരു കൂട്ടുകുടുംബത്തിൽ ഒരു കുട്ടി ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ആദ്യമേ അങ്ങ് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ കാർന്നവർക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്കി പിള്ളേർക്കുള്ള കാര്യങ്ങൾ, ആ വീട്ടിലെ ബാക്കി ജോലികളെല്ലാം ചെയ്യാനുള്ള സ്ത്രീകളുടെ ബാക്കി സമയത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫോളോ ചെയ്ത് വന്നത് എന്നുള്ളൊരു ഇതുമുണ്ട്. പിന്നെ ആ സമയം ഏറ്റവും കംഫർട്ടായിട്ടുള്ള ടൈം മോർണിംഗ് ടൈം ആണ് എന്നുള്ളത് കൊണ്ട് വലിയ ചൂടില്ല. ഈ പറയുന്ന ചൂട് ശരീരത്തിലോട്ട് നമ്മൾ എടുക്കുന്ന ഒരു ടൈമിന് വലിയ ഒരു ക്ലൈമറ്റിക് ചേഞ്ച് നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതും ഒരു ആപ്റ്റായിട്ടുള്ള ടൈം കൂടെയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കി അറിയാം, കുഞ്ഞുങ്ങൾ രാത്രി ഉറങ്ങുന്നതൊക്കെ ഭയങ്കര പാടാണ്. സോ ആ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട് മേ ബി ഒരു 4 മണിക്കോ 6 മണിക്കോ ആയിരിക്കും അമ്മ കിടക്കുന്നത്. നമ്മളൊരു 7:30 ആകുമ്പോൾ അവിടെ പോയി നിൽക്കുവാണ്, അല്ലെങ്കിൽ 8 മണിയാകുമ്പോൾ വീണ്ടും പ്രസവരക്ഷയിൽ പോയി നിൽക്കുമ്പോൾ അവരുടെ ബാക്കി ടൈം കൂടെയും അതിനകത്ത് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് മിക്ക അമ്മമാരും അല്ലെങ്കിൽ ഈ ടൈമിംഗ് അറേഞ്ച് ചെയ്യുന്നതിന്
ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്നവരും ഉണ്ടെന്നുള്ളത് തന്നെയാണ്. കുറച്ചുകൂടെ ഈവനിങ് ടൈം അടുപ്പിച്ചൊക്കെ ചെയ്യുമ്പോഴും പ്രൊസീജിയേഴ്സിന് ചേഞ്ചസ് ഒന്നും വരത്തില്ല, അല്ലെങ്കിൽ ഈ ടൈമിംഗ് മാറി ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല എന്നുള്ളത് ലോജിക്കലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ചെറിയ ഫാക്ട് കൂടെ തന്നെയാണ്. അപ്പോൾ അതിന് ഈ പറയുന്ന പോലെ അവരുടെ ജോലി സമയം, അമ്മ ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ആളായിരിക്കാം, മോളെ നോക്കേണ്ട ടൈം ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തിട്ടൊക്കെ വരുന്നവരായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ ഓൾട്ടറേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഒതൻറ്റിസിറ്റിയെ ഒട്ടും ചോർച്ച ചെയ്യാതെ നമ്മൾ അതിനൊപ്പം തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ടൈം മാറിപ്പോകുന്നതുകൊണ്ട് ഈ പ്രൊസീജിയേഴ്സിന് ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ആർക്കും വരുത്താൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പഴയ ആ രീതി അങ്ങനെ ഫോളോ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ആ ടൈമിങ്ങിന് ഒരു അറേഞ്ച്മെന്റ്സ് കൊടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ലെന്നുള്ളതാണ്. പല വീടുകളിലും 11 മണിക്കൊക്കെ ചെയ്യുന്നത് കാരണം അവരൊന്ന് ഉറങ്ങി എണീക്കുന്നത് തന്നെ ചിലപ്പോൾ ആ സമയത്തായിരിക്കും. കാരണം അത്ര ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ഒന്നും നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ ചേഞ്ച് ആയി വരുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു അസൗകര്യമായിട്ടുള്ള രീതിയിലല്ലാത്ത എല്ലാ ടൈമിങ്ങും നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാക്ട് നൂണിനൊന്നും ചെയ്യേണ്ടെന്നുള്ളൊരു ഇതേ ഉള്ളൂ. മോർണിംഗോ കുറച്ച് ഒരു 10 മണി സമയത്തോ അല്ലെങ്കിൽ ഒരു 3 മണി സമയത്തോ ഒക്കെ ചെയ്യുന്നതിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് തന്നെയാണ് ലോജിക്കലി നമുക്ക്, അല്ലെങ്കിൽ ഒരു ഇത് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാനും പറയാനും പറ്റും. ഇപ്പോൾ എല്ലായിടത്തും അണുകുടുംബമാണല്ലോ. അപ്പോൾ ഈ ഒരു ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ മുതിർന്നവരാരും കാണില്ല ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഹോസ്പിറ്റൽസിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് നോർമൽ ഡെലിവറി കഴിഞ്ഞ ഒരു ലേഡിയും സിസേറിയൻ കഴിഞ്ഞ് വരുന്ന ഒരു ലേഡിയും എന്ന് മുതലാണ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആവേണ്ടത്? നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ലേഡി ആണെങ്കിൽ 5 ദിവസം കഴിഞ്ഞ് 6ാമത്തെ ദിവസം തൊട്ട് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സിസേറിയൻ ആണെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ട് സ്റ്റിച്ച് നല്ല ഹീലായിട്ടുണ്ടെങ്കിൽ, ചിലർക്ക് 20 ദിവസം എടുക്കും സ്റ്റിച്ച് ഹീലാവാൻ, 15ഓ 20ഓ ദിവസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് തുടങ്ങുന്നത് അവരുടെ പുക്കിൾക്കൊടി വീണതിന് ശേഷമാണ്. പുക്കിൾക്കൊടി വീണ് ഒരു ദിവസം കഴിഞ്ഞ് അത് കരിവാകുന്ന ദിവസം തൊട്ട് കുളിപ്പിക്കാൻ തുടങ്ങും. പിന്നെ അത് എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ട് തന്നെയാണ്, ഈ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കേണ്ട കാര്യമുണ്ടോ? പുറം രാജ്യത്തൊന്നും കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഞെക്കിപ്പിഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഓയിൽ ബാത്ത് എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളത്. ആക്ച്വലി അതിൻ്റെ നമ്മൾ ബാത്ത് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കുഞ്ഞിനെ ക്ലീൻ ആക്കി വെച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു ഇൻഫെക്ഷൻസും വരാതെ, ഒരു സ്കിൻ ഇഷ്യൂസ് ഒന്നും കുഞ്ഞിനെ ബാധിക്കാതിരിക്കാൻ. പിന്നെ നമ്മളൊരു പുതിയൊരു സ്ഥലത്തോട്ടാണ് ആ കുഞ്ഞ് വരുന്നത്. ആക്ച്വലി ക്ലൈമറ്റും സൺ എക്സ്പോഷറും ഒക്കെ കുഞ്ഞ് ഒരു അഡാപ്റ്റ് ചെയ്യുന്ന ഒരു പീരീഡും കൂടെയാണ് ഈ പോസ്റ്റ്മോർട്ടം പീരീഡിൽ, അല്ലെങ്കിൽ പോസ്റ്റ് നാറ്റൽ പീരീഡ് എന്ന് പറയുന്ന കുഞ്ഞിനുള്ള സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് കുഞ്ഞിനെ നല്ലോണം ക്ലീൻ ആക്കി വെക്കുക, അല്ലെങ്കിൽ അതിന് നല്ല എണ്ണ തേച്ച് കുളിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ ഫ്രഷ്നെസ്സിനെ അല്ലെങ്കിൽ ഹൈജീൻ ആക്കി വെച്ചിരിക്കുന്നത് ഇൻഫെക്ഷൻസ് ഇല്ലാതെ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇൻഫെക്ഷൻസ് പോലും കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അതൊന്നും ഇല്ലാതെ, ഒരു പനിയോ അല്ലെങ്കിൽ ഒരു ജലദോഷമോ ഒന്നും ഇല്ലാതെ നമ്മുടെ ലോകവുമായിട്ട് അവരെ ഒന്ന് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു പുതിയൊരു ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളിതുപോലെ ഞങ്ങളെ ഉപദ്രവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെയല്ല, ഒരു നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പോഷർ ഉണ്ട് എന്നുള്ളത് അവർക്ക് ടച്ച് വഴി അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ തേച്ചുള്ള കുളി എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, ടച്ച് സെൻസേഷന് വളരെയധികം പ്രാധാന്യമുണ്ട് ആ ഒരു 3 months പീരീഡിൽ. അതിന് വേണ്ടിയിട്ടും ഒക്കെ കൂടെയാണ്. പിന്നെ പഴയ രീതിയിൽ അവർ പറയുന്നതിനുള്ള ഒരു ഇതെന്ന് പറയുമ്പോൾ കുറച്ച് ആ കുഞ്ഞിൻ്റെ വളർച്ചയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നീളവും തൂക്കവും ഒക്കെ ഇമ്പ്രൂവ് ആയി വരാൻ വേണ്ടിയിട്ട്, അതൊരു കളിമണ്ണിൻ്റെ അവസ്ഥയിൽ നിന്ന് നമ്മൾ ആ ഒരു ഒരുക്കിയെടുക്കുന്ന ഒരു ശില്പം പോലെ ആക്കി എടുക്കുന്നത് പോലെ ആ ശരീരത്തിന് ചേഞ്ച് വരുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ആ ഒരു പ്രത്യേക രീതിയിലുള്ള തിരുമ്പ് മുറയൊക്കെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിൽ വരുന്നത്. അപ്പം അത് എല്ലാ അമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. കുഞ്ഞ് ഒരു ആരോഗ്യവാനായിരിക്കണം, അതിന് നല്ല സർക്കുലേഷൻ ഉണ്ടായിരിക്കണം, വളവും തിരിവും ഇല്ലാതെ ആരോഗ്യവാനായിട്ട് നടക്കാനും നിൽക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു അന്നത്തെ കാലത്ത് എല്ലാവരും ഫോളോ ചെയ്തിരുന്നൊരു മെത്തേഡ് ആയിരുന്നിരിക്കണം. ആ ഒരു കുറച്ചുകൂടെ എന്താ പറയുക, നോർമലി നമ്മൾ ഒരാളെ കുളിപ്പിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റെപ്സ് ഒക്കെ ഇട്ട് ചെയ്യുന്ന ഒരു കുളിപ്പിക്കുന്നത്. അതിൻ്റെ പ്രൈമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ക്ലീനിങ് ആണ്. അല്ലെങ്കിൽ കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുളിപ്പിക്കുന്നതെല്ലാം വേണ്ടി വരുന്നത്. ആ തടകുന്നതിൻ്റെ മെത്തേഡ് ഒരു പരിധി വരെ അവരുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. കാരണം സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കും, ടച്ച് സെൻസേഷൻ ഇമ്പ്രൂവ് ചെയ്തെടുക്കും, ലോകവുമായിട്ട് അവർക്കൊരു പരിചയം ഉണ്ടാക്കി കൊടുക്കുന്നു, അവർ കരയുന്നു ആ സമയത്ത്, അതൊക്കെ അവരുടെ തൊണ്ടയെ ഹെൽപ്പ് ചെയ്യും. സോ ദേ വോണ്ട് ടു സ്പീക്ക്, അങ്ങനെ എല്ലാ ഇതും ഇൻവോൾവ്ഡ് ആണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ പുച്ഛിച്ച് കളയുന്ന ആ ഒരു കുഞ്ഞിനെ കുളിപ്പിക്കുന്ന പ്രക്രിയ അതിനകത്ത് അത്യാവശ്യം തന്നെയാണ്. അത് ഈ പോസ്റ്റ് നാറ്റൽ ടൈം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആ ഒരു പീരീഡ് അമ്മയോടൊപ്പം ആയതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ ചേർത്ത് ചെയ്തുന്നു എന്നുള്ളതാണ് ആ പ്രൊസീജിയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എല്ലാ ലേഡീസിനും ഈ ഒരു പ്രസവരക്ഷ കിട്ടണമെന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സാഹചര്യങ്ങൾ കൊണ്ടിട്ടോ സമയമില്ലാത്തത് കൊണ്ടിട്ടോ നടക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ ഭാവിയിൽ അവർക്കൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ
എന്ത് ട്രീറ്റ്മെൻറ്റാണ് എടുക്കാനുള്ളത്? ആയുർവേദ ഒരു പരിരക്ഷ എന്നുള്ള രീതിയിൽ എന്ത് ട്രീറ്റ്മെൻറ്റാണ് എടുക്കാൻ പറ്റുന്നത്? അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ പ്രസവരക്ഷ മിസ്സാകുന്നവർ ഒരുപാട് പേരുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാകാം. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ 150ഓളം ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു അതിന് ശേഷമുള്ള ഒരു 150ഓളം, അതായത് 300 എണ്ണം ഉള്ളതിൽ 150ഓളം ഈ പ്രസവം കഴിഞ്ഞ ഉടനെ ചെയ്യാതെ പിന്നെ ചെയ്യുന്നവരാണ്. അവരെ പൂർണ്ണമായും ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ നടുവേദന, അല്ലെങ്കിൽ കഴുത്ത് വേദന, കുഞ്ഞിനെ അധികമായിട്ട് എടുക്കുന്ന കാരണം വരുന്ന ഷോൾഡർ പെയിന്, അല്ലെങ്കിൽ ടെന്നിസ് എൽബോ പോലുള്ള കണ്ടീഷൻസ്. അപ്പോൾ ഇതെല്ലാം, അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ, പൈൽസിൻ്റെ ഇഷ്യൂസ്, ഇതെല്ലാം ആക്ച്വലി പോസ്റ്റ്മോർട്ടം കെയറിന് ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് വന്ന് അവർ അത് കൊണ്ട് നടന്നതിന് ശേഷം പിന്നെ ചികിത്സിക്കുന്നവരാണ്. സോ ഈ 50+ അല്ലെങ്കിൽ ഒരു 1500 അതിനുശേഷം കേസസ് അതിനുശേഷം നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് അതിനുശേഷം അതിനുള്ള ചികിത്സകൾ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. പക്ഷേ എപ്പോഴും ആലോചിക്കുക, നമ്മൾ ഒരു തുടക്കത്തിൽ എത്ര നമ്മൾ കെയർ എടുക്കുന്നത് പോലെ നമുക്ക് അതിൻ്റെ റിക്കവറി ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. എസ്പെഷ്യലി നമ്മൾ അബ്ഡമിനൽ ഫ്ലാബിനെസ് ഒക്കെ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു റിക്കവറി എന്ന് പറയുന്നത് വളരെ ചിലപ്പോൾ പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞു പോകും എന്നുള്ളത് തന്നെയാണ്. പിന്നെ അവർ ഈ പ്രശ്നം വരാനുള്ള മെയിൻ റീസൺ ഇത് തന്നെയാണ്. സ്വെല്ലിംഗ് ഒക്കെ അങ്ങനെ വരുന്നതിന് പെർസിസ്റ്റൻ്റ് ആയിട്ട് അത് ഇരുന്നോളും എന്നുള്ളതാണ്. ശരീരത്തിൽ ആ നീർക്കെട്ട് അങ്ങനെ ഇരിക്കും. ഒരു ചേഞ്ച് നമ്മൾ കൊടുക്കുന്നില്ല. അതിൻ്റെ കൂടെ പ്രോപ്പർ വർക്കൗട്ട്സ് ഒന്നും ഉണ്ടായിരിക്കത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഓവർ സ്ട്രെയിൻ എടുത്തിട്ടുണ്ടായിരിക്കും, ഓവർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. വർക്കിംഗ് ആയിട്ടുള്ള വുമൺ ചിലപ്പോൾ ബൈക്കും കുഞ്ഞിനെ നമ്മൾ കാണുന്നതല്ലേ, അപ്പോൾ കുഞ്ഞിനെ എടുത്ത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ ബൈക്കിലൊക്കെ പോകുന്നതും അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോകുന്നതും കാർ ഓടിക്കുന്നതും. ഫിസിക്കൽ സ്ട്രെയിൻ ചിലപ്പോൾ ഒരു 1.5 months തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം കൂടെ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ആ ശരീരത്തിലെ കേട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നിരിക്കും. അതിന് മാറാനായിട്ടുള്ള തെറാപ്പിയിലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്തും ഈ പറയുന്ന അഭ്യംഗം ഉണ്ടാവും. ഇനി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് സംഭവിക്കുന്നത് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്, ചൂട് കിട്ടുമ്പോഴാണ്, വാസോഡൈലേഷൻ വഴിയാണ്, അല്ലെങ്കിൽ നെർവ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്, ഒരു സൂത്തനിങ് കിട്ടുമ്പോഴാണ് എന്നുള്ളതാണ് ആ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് ഏത് പീരീഡിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഒരുപാട് സിവിയർ ആക്കാതെ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതാണെന്നുള്ളതാണ്. പെർസിസ്റ്റന്റ് സ്വെല്ലിംഗ്, ശരീരത്തിലിരിക്കുന്ന നീർക്കെട്ടുകൾ ഉറപ്പായിട്ടും അത് എല്ലുകൾക്ക് തേയ്മാനവും മസിൽസിന് ഡാമേജും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഉറപ്പായിട്ടുള്ള കാരണങ്ങളാണ് എന്നുള്ളത് തന്നെയാണ്. അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കാതിരിക്കുക. എത്ര നേരത്തെ നമുക്ക് ആ നീർക്കെട്ട് ശരീരത്തിൽ നിന്ന് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്ര നേരത്തെ നമുക്ക് ആ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ക്ലിയർ ചെയ്ത് മാറ്റാൻ പറ്റുമോ, അത്രയും നേരത്തെ അത് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ഹെയർ ലോസ് മാറാനായിട്ട് അത്രയും ഹെൽപ്പ് ചെയ്യുന്നത്, നേരത്തെ ചെയ്യാൻ പറ്റുന്നത് നേരത്തെ ചെയ്യുക. അതിനുശേഷം ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുകയും അതിനും ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഏത് പീരീഡിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു 2 വർഷം കഴിയുമ്പോൾ ചെയ്യുന്നവരും ഉണ്ട്, 1 വർഷം കഴിഞ്ഞിട്ടും ചെയ്തവരുണ്ട്. പ്രസവം കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞിട്ടും അതേ പ്രശ്നം അതേ ഇതിൽ ഒരേ കുഞ്ഞുണ്ടായിരുന്നിട്ടും ചെയ്തവരും ഉണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനൊരു തടസ്സം പിന്നെ ഇല്ല, എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു പീരീഡ്, ആ ഒരു പ്രശ്നം കാരണം വരുന്നത് ആ സമയത്ത് തന്നെ ചെയ്ത് ക്ലിയർ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. പ്രശ്നം എന്ന് പറയുമ്പോൾ അത് തെറ്റിദ്ധരിക്കേണ്ട, ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ശരീരത്തിൽ വരും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത് എല്ലാ സ്ത്രീകൾക്കും അറിയാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടർ, ഈ പ്രസവരക്ഷ ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? അപ്പോൾ ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു ഇതാണ്, പ്രസവരക്ഷ ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് പ്രശ്നമാണോ, നിർബന്ധം ചെയ്യേണ്ടതാണോ അങ്ങനെ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ല. നമുക്കിത് ചെയ്യാതിരിക്കുന്നതുകൊണ്ടും റിക്കവർ ആകുന്ന ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടെന്നുള്ളതാണ്. കാരണം ഓരോരുത്തരുടെ ഇൻഡിവിജ്വലിൻ്റെ അവർ ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ വർക്കിൻ്റെയും അവർ എടുക്കുന്ന സ്ട്രെയിനിൻ്റെയും അവർ കൊടുക്കുന്ന ഹെൽത്തിനുള്ള കെയറിനെ ഇതിനനുസരിച്ചിട്ട് ചിലർക്കത് വേണ്ടി വരത്തില്ല, ചിലർക്കത് അത്യാവശ്യം വേണ്ടിയും വരും എന്നുള്ളതാണ്. ചെയ്യുന്നതുകൊണ്ട് നമുക്കതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ശരീരത്തിന് വരത്തില്ല, ഏറ്റവും നല്ലതല്ലാതെ. ചെയ്യാതിരിക്കുമ്പോൾ പല സാഹചര്യങ്ങളിൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് വരും എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ നിന്നൊക്കെ നമുക്ക് അതിൽ ഒരുപാട് രീതിയിൽ വെളിയിൽ വരാൻ പറ്റുന്നൊരു ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ്. പല കേസുകളും ഞങ്ങളെ ഈ പറഞ്ഞ എണ്ണത്തിൽ ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഓരോ എണ്ണത്തിനും ഓരോ കഥ പറയാനുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രസവരക്ഷകളിൽ. ഒരു സിവിയർ ഡിപ്രഷൻ കേസിലൊക്കെ ഉണ്ടായിരുന്നതിൽ നമുക്ക് ഈ പ്രസവരക്ഷ കാരണം മാത്രം അതിൽ നിന്ന് ഞങ്ങൾക്ക് അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പ്രസവത്തിന് ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ അനുഭവിച്ച ആ ഒരു സ്പൈനിൻ്റെ ഇഷ്യൂസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ ഈ അതേ തെറാപ്പി കാരണം മാറിയിട്ടുണ്ട്. അവരന്ന് പറയുകയും ചെയ്തു അത് അന്ന് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇത്രയും സഹിക്കേണ്ടി വരത്തില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുന്ന ഒരു തെറ്റോ ഒന്നുമല്ല, അല്ലെങ്കിൽ അത് നമ്മളെന്തോ വലിയൊരു ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതല്ല. അത് ഹെൽത്തി ആയിട്ടുള്ളവർ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ തന്നെ ശ്രമിക്കുക. അവർക്ക് അതിന് ഒരിക്കലും ഒരു രീതിയിലുള്ള ബാധിപ്പോ അവർക്ക് വരാൻ പോകുന്നില്ല. ചിലർക്ക് അത് പക്ഷേ അവർ ഹെൽത്തി ആയിട്ടിരിക്കണമെന്ന് വിചാരിച്ചാലും അത് പറ്റാതെ വരായികയുണ്ട്. അപ്പോൾ അവരത് നിർബന്ധം ചെയ്യണം എന്നുള്ളത് തന്നെയാണ്.
അപ്പോൾ ഇൻഡിവിജ്വലിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് അതിൻ്റെ ഒരു സപ്പോർട്ട് വേണം തോന്നുകയാണെങ്കിൽ നിർബന്ധം അത് എടുക്കുക. അത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നും, അങ്ങനെയുള്ളവർ ആ സപ്പോർട്ട് തേടുക. മാനസികമായിട്ടും ആ സപ്പോർട്ട് വേണം എന്നുള്ളൊരു ഉറപ്പായിട്ടും അതും തേടുക. കാരണം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാരണം ഒരു പ്രശ്നവും വരാതിരിക്കട്ടെ, പോസ്റ്റ്മോർട്ടം ഫിസിക്കൽ ഇഷ്യൂസ് കാരണവും ഒരു പ്രശ്നവും ആർക്കും വരാതിരിക്കട്ടെ. അപ്പോൾ നിർബന്ധമായും ചെയ്യണം എന്നുള്ളതിനോടും അല്ലെങ്കിൽ നിർബന്ധമായി ചെയ്യാൻ പാടില്ല എന്നുള്ളതിനോടും യോജിക്കുന്നില്ല. ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു നഷ്ടമാണ് നമുക്ക് വന്നതെന്നൊന്നും ഇല്ലെന്നുള്ളത് തന്നെയാണ്. അത് ചെയ്യുന്നത് ഏറ്റവും നല്ലതെന്ന് കൂടി പറഞ്ഞ് ആണ് എനിക്കത് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം പ്രസവരക്ഷയെ കുറിച്ചിട്ടായിരുന്നു. പ്രസവരക്ഷ എന്തെന്നും അത് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തെന്നും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് നമ്മളിന്ന് ഷെയർ ചെയ്തത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ അഭിലാഷും ഡോക്ടർ ആര്യ മാമാണ്. താങ്ക് യു.